തുലാവർഷത്തിന്റെ ഒടുവിലായി പാലക്കാട് ചുരത്തിലൂടെ മൊട്ടപ്പാറകളിലും കരിമ്പനക്കൂട്ടങ്ങളിലും തട്ടിവരുന്ന ഒരു കാറ്റുണ്ട്. പാലക്കാടിന്റെ വൃശ്ചിക രാത്രികളെ നേർത്ത തണുപ്പുകൊണ്ട് പൊതിയുന്ന കാറ്റ്. ഇത്തവണ ആ കാറ്റിന് ഇത്തിരി ചൂടും ശക്തിയും കൂടുതലാണ്. കൊടും ചൂടുകാലത്ത് പൊടി പറത്തി ഉയരുന്ന ചുഴലിക്കാറ്റ് പോലെ പാലക്കാട്ടെ രാഷ്ട്രീയ കാലാവസ്ഥയാകെ വിവാദമുഖരിതമാണ്. രാഷ്ട്രീയ ഉഷ്ണമാപിനികൾ കുത്തനെ ഉയർന്നു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ പാലക്കാട്ടെ ജനങ്ങൾ എന്തു തീരുമാനിക്കും? പാലക്കാട് നഗരസഭയും പിരായിരി കണ്ണാടി പഞ്ചായത്തുകളും ആലത്തൂർ താലൂക്കിലെ മാത്തൂർ ഗ്രാമപഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. പാലക്കാട് മണ്ഡലത്തിൽ 1,94,706 വോട്ടർമാരുണ്ട്. പാലക്കാടിന്റെ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് വിജയിച്ചതോടെയാണ് നിയമസഭാ അംഗത്വം രാജിവെച്ചതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വന്നതും. തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ തവണ UDF-നോട് ചേർന്ന് നിന്ന മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ 2 തവണയായി പാലക്കാട് നഗരസഭ BJP-യുടെ കയ്യിലാണ്. അതേസമയം കണ്ണാടിയും മാത്തൂരും CPM ശക്തി കേന്ദ്രങ്ങളാണ്. പിരായിരിയിൽ UDF-നാണ് മേൽക്കൈ. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും NDA ആണ് പാലക്കാട് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത്, LDF 3ാം സ്ഥാനത്താണ്. കഴിഞ്ഞ തവണ മെട്രോമാൻ E ശ്രീധരനെ രംഗത്തിറക്കി നിഷ്പക്ഷ വോട്ടുകൾ കൂടി സമാഹരിച്ച് വിജയം ഉറപ്പിക്കാൻ NDA ശ്രമിച്ചതോടെ മത്സരം കടുത്തതായിരുന്നു. ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം 3,859 വോട്ടുകൾ മാത്രമായിരുന്നു. ഷാഫിയുടെ വിജയത്തിനു പിന്നിൽ LDF വോട്ടുകളാണെന്ന് പിന്നീട് BJP ആരോപണമുയർത്തി. ഷാഫി അത് നിഷേധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP കൊട്ടിക്കോശിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിന്നിട്ടില്ല. വോട്ട് മറിയാതിരിക്കാൻ ശ്രദ്ധിച്ചാണ് നീക്കം. BJP ജയിക്കും എന്ന നില വന്നാൽ ഇടതു വോട്ടുകൾ കോൺഗ്രസിലേക്ക് മറിയുമെന്ന് അവർ കരുതുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ വിവാദങ്ങളുടെ ചൂടൻ കാറ്റായിരുന്നു കേരളം മുഴുവൻ വീശിയത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് UDF ഗോദയിലേക്ക് ഇറങ്ങി. എതിർപ്പുമായി കോൺഗ്രസ് സാമൂഹിക മാധ്യമ വിഭാഗം കോർഡിനേറ്ററും ഒറ്റപ്പാലത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായിരുന്ന ഡോക്ടർ P സരിൻ ആദ്യ വെടിയുതിർത്തു. പിന്നീട് സരിൻ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു. സരിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാവ് AK ഷാനിബും പാർട്ടി വിട്ടു. കോൺഗ്രസിനെതിരെ സരിൻ ഉന്നയിച്ച ഡീൽ വിവാദം കേരളം മുഴുവൻ ചർച്ചയായി. അതിനിടെ K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയെന്ന് പറയപ്പെടുന്ന കത്ത് പുറത്തുവന്നു. K മുരളീധരനെ പ്രചാരണത്തിനിറക്കിയതോടെ ആ വിവാദം തീർന്നു. അതിനിടയിലാണ് നേതാക്കളും മാധ്യമപ്രവർത്തകരുമെല്ലാം താമസിക്കുന്ന പാലക്കാട്ടെ ഹോട്ടലിൽ നീല ട്രോളി ബാഗിൽ UDF സ്ഥാനാർത്ഥിക്കായി പണമെത്തിച്ചെന്ന വിവാദം ആരംഭിക്കുന്നത്. അർദ്ധരാത്രി ഹോട്ടലിൽ റെയ്ഡായി, സംഘർഷമായി. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ നാണക്കേട് മുഴുവൻ പോലീസിനുമായി. അടുത്ത ദിവസങ്ങളിൽ വ്യാജ വോട്ടുകളെക്കുറിച്ചുള്ള ആരോപണമാണ് കേരളം ചർച്ച ചെയ്തത്. കോൺഗ്രസും BJP-യും പലരുടെയും വോട്ടുകൾ അനധികൃതമായി ചേർത്തെന്ന് ആരോപിച്ചപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒറ്റപ്പാലത്തെ വോട്ടറായിരുന്ന സരിൻ പാലക്കാട് നഗരസഭ ഭരിക്കുന്ന BJP-യുടെ ഒത്താശയോടെയാണ് വോട്ട് പാലക്കാട്ടേക്ക് മാറ്റിയതെന്ന ആരോപണവുമായി UDF-ഉം രംഗത്തെത്തി. BJP സംസ്ഥാന സമിതി അംഗമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിലെത്തിയതാണ് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും പുതിയ വിവാദം. LDF BJP ഡീലുണ്ടെന്ന് കോൺഗ്രസും UDF LDF ഡീലുണ്ടെന്ന് BJP-യും UDF BJP ഡീലുണ്ടെന്ന് LDF-ഉം പരസ്പരം പഴിചാരുന്ന അവസ്ഥയാണ് പാലക്കാട്. ഡീൽ ഓർ നോ ഡീൽ, ജനങ്ങളുടെ ഡീല് ആരുമായെന്ന് 23-ാം തീയതി അറിയാം.